ഇന്നലേക്ക് കുറച്ച് നല്ല വലിയ പ്രോൺസ് കിട്ടി. അപ്പൊ ഞാൻ ഇന്ന് ബിരിയാണി ആക്കാന്ന് പ്ലാൻ ചെയ്തു. അങ്ങനെ ഞാൻ ഇന്നലെ അമ്മയെ വിളിച്ച് പറഞ്ഞു, നാളെ ഞാൻ ബിരിയാണി ആക്കുന്നുണ്ട്, അപ്പൊ അമ്മ ലഞ്ചൊന്നും ആക്കണ്ട, ഞാൻ ബിരിയാണി കൊണ്ടുവരാന്ന്. ഈ പൊറോട്ട സൽക്കാരം എന്തിനാണെന്നാ പിടികിട്ടാത്തത്? പൊറോട്ട മാത്രമല്ല മട്ടനും ഉണ്ട്. എന്തോ ഒരു കെണിയാണല്ലോ ഇത്. ബിരിയാണിയായിട്ട് പോവാണ് പാരന്റ്സിന്റെ വീട്ടിലോട്ട്. അത്രയ്ക്കും എളിമയാണ്. എളിമ കൊണ്ട് മാത്രം നാട്ടുകാർ മുഴുവൻ എളിമേട്ട എളിമേട്ട എന്നാ വിളിക്കണേ. അപ്പൊ ഹലോ. ഹലോ ഹലോ. വാവ്, ഇതാരാണ് ഈ ചെറുപ്പക്കാരി? സാരിയൊക്കെ എടുത്തു കൊടുക്കാൻ പാടായതുകൊണ്ട് ഞാൻ ഇവരുടെ ഈ സ്നേഹാഭിനയത്തിന് ഓസ്കാർ കൊടുക്കേണ്ടത്. കടയിൽ നിന്നൊന്നും വാങ്ങിയില്ലേ? അത് കാറി ഇരിക്കുന്നത്, കഴിഞ്ഞിട്ട് എടുക്കാം. അങ്ങനെ വാങ്ങിച്ചോണ്ട് പോണ എല്ലാരും കൂടെ ശവത്തി കുത്താടാ. അപ്പൊ അകത്ത് വാ. ചേട്ടാ കാല് കഴിയിട്ട് കയറി വാഴേ. ഇപ്പൊ മനസ്സിലായോ അമ്മയ്ക്ക് അമ്മയുടെ വൃത്തിഭ്രാന്ത് എവിടെന്നാ കിട്ടിയെന്നിട്ട്. ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ലെങ്കിൽ അതെ, അല്ലെങ്കിൽ അല്ല. എന്റെ മാനം കെടുത്താൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുക ഇയാള്. ആക്ച്വലി ഭക്ഷണം ഒന്നും ഉണ്ടാക്കാതെ ആരെങ്കിലും ഇതുപോലെ ഡെയിലി ലഞ്ച് എത്തിച്ചു കൊടുത്താൽ അതാണ് ഏറ്റവും ഇഷ്ടം. അതാണ് ഏറ്റവും ഇഷ്ടം. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞത്? അല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ല. നിർത്തിയെന്ന് അവമാനിക്കുവാണെന്ന്. ഇന്നിപ്പോ കാലത്ത് എന്താക്കി ദോശ ഇട്ട് സത്യം പറഞ്ഞാൽ തിന്നില്ല. ഞങ്ങൾ ഇത് മുമ്പേ കൊണ്ട് ദോശ ചുട്ടങ്ങ് അടച്ചു വെച്ചിരിക്കും. അയ്യോ, അല്ല വിശന്ന് ചത്തോ? അപ്പൊ ദോശക്ക് കറിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തോരമ്പരിപ്പും ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളി ഇതൊക്കെ കൂടെ ഇട്ടിട്ട് അങ്ങനെ ഒരു അവ വിശന്നിരിക്കുകയാണോ? ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. ഇവിടുത്തെ ക്രമസമാധാന നില ആകെ തകരാറിലായിരിക്കുന്നു. നീപ്പച്ചന് മനസ്സിലായില്ലേ?